ആവേശകരമായി ആമയൂർ യുവതാര സ്റ്റേഡിയത്തിൽ ഇറങ്ങിയിരിക്കൊണ്ടിരിക്കുന്ന ഓൾ കേരള ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ നാളെ ഈ ടൂർണമെന്റിന്റെ അന്തിമ കലാശക്കൊട്ട് ഫൈനൽ പോരാട്ടം അല്ല, ഈ ഫൈനൽ പോരാട്ടത്തെ പോലും വെല്ലുന്ന ഒരു സെമി ഫൈനൽ പോരാട്ടത്തിന് നാളെ കളിക്കളം സജ്ജമാവുകയാണ്. അൻസാരി കോടൂർ കേഡിഗസിന്റെ കളിമൈതാനിൽ നിന്ന് പറയുന്നു, മസ്ജിദ് വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അത് അതിമനോഹരമാണെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, നാളെ 6 മണി കഴിഞ്ഞ് കാവനൂർ വഴി ആമയൂരിലേക്കുള്ള യാത്ര അത് ഏത് ദിക്കിലാണെങ്കിലും അപകടമാണ്. കാരണം അപകടമണി മുടക്കിക്കൊണ്ട് 2 നാട്ടു സാമ്രാജ്യങ്ങൾ അരയും തലയും ഇറക്കി അന്തിമ ഫൈനൽ പോരാട്ടത്തിന്റെ കവാടം വെട്ടി തുറക്കാൻ നാളെ ജീവൻ മരണ പോരാട്ടത്തിനായി ജീവൻ കൊടുത്തും വിജയം വെട്ടിപ്പിടിക്കാൻ കടന്നു വരുന്നുണ്ട് നാളെ ഒരു ഭാഗത്തേക്ക്. അല്ലെങ്കിൽ തീരാത്ത സമുദ്ര തിരമാല പോലെ പോർവിളികളുമായി കളിക്കളത്തിന്റെ ആവേശാരമൂലമായി അറബിക്കടലിൽ ആഞ്ഞടിക്കും തിരമാല കണക്ക് എതിർപ്പാളികത്തിലേക്ക് ഇരച്ചു കയറുന്ന ഡാനിയും ഇഷാമും മുനൈസും പടവയിച്ചിരുന്ന യുവതാ മുത്തനൂർ പൂച്ചെങ്കിൽ നാളെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തിൽ മറുപാളികത്തിലേക്ക് ഒരു പട തന്നെ വരുന്നുണ്ട്. ചിലരെ കണ്ടാലൊന്ന് ഭയക്കും, മറ്റു ചിലരെ കുറിച്ച് കേട്ടാൽ വഴക്കും. എന്നാൽ ഇവരെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും എതിരാളികൾ വഴക്കും, മുട്ടുപിറക്കും, നെഞ്ചു പിടക്കും, ശ്വാസം ഒളിക്കും, കണ്ണ് തുറക്കും, ശരീരമാസകലം പനിച്ചു പിറക്കും. കാരണം കടന്നു വരുന്നതും മറുപാളികത്തിലേക്ക് കാൽപന്ത് കളിയിൽ പകരക്കാരില്ലാത്ത റിലാസും ആസിഫും മറ്റൊന്ന് ബാബുവും പിന്നെ അതിനും പിന്നെ ഗോൾ തലകത്തിൽ കാവൽ ജിന്ന് സുൽഫിയും വോട്ട് കെട്ടി 5 മഞ്ചുള്ള പടയാളികൾ MCU മേൽമുറിയും യുവതാ മുത്തനൂർ പൂച്ചകനുമായി യുവതാര സ്റ്റേഡിയത്തിൽ നാളെ ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ മാറ്റിരിക്കുമ്പോൾ മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും സ്വാഗതം ചെയ്യുകയാണ് നാളെ രാത്രി 8 മണിയോടുകൂടി ആമയൂർ യുവതാര സ്റ്റേഡിയത്തിലേക്ക്.